ഗീതാമൃതം. ഈ ജീവാത്മാവ് പ്രകൃതിക്കകത്ത് പ്രവേശിക്കുന്നതുകൊണ്ട് ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ, പ്രകൃതിയുടെ ഗുണങ്ങളെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഗുണസംഗസ്യ, അതുകൊണ്ട് സത് അസത് യോനി ജന്മഷു, അങ്ങനെ ഉയർന്ന ജന്മങ്ങളും താഴ്ന്ന ജന്മങ്ങളിലേക്കും പ്രവേശിക്കുന്നു. എന്തുകൊണ്ട്? പുരുഷ പ്രകൃതിസ്ഥോഹി, ഈ ജീവാത്മാവ്. എന്നാൽ ഇവിടെ പുരുഷ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനാണ് പരമപുരുഷൻ, പരമാത്മാവ്. ഇവിടെ പുരുഷൻ എന്ന് പറയുന്ന ആത്മാവ്. ആത്മാവ്, ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ, പല പല ഗുണങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ ഭക്ഷണമല്ല, ഗുണങ്ങളാണ്. സത്വഗുണത്തിലുള്ള ഭക്ഷണം, രജോ ഗുണത്തിലുള്ള ഭക്ഷണം, തമോ ഗുണത്തിലുള്ള ഭക്ഷണം, സാത്വിക സമയം, രാജസിക സമയം, താമസിക സമയം, സാത്വിക കർമ്മം, സാത്വിക സുഖം, രാജസിക സുഖം, എല്ലാം ഗുണങ്ങളാണ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് ഗുരുവായൂരപ്പൻ ഇവിടെ പറഞ്ഞു നോക്കുന്നത്. പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗസ്യ. എന്തുകൊണ്ട് ആ ഗുണങ്ങളെ ആസ്വദിക്കാൻ തോന്നുന്നു? കാരണം ഗുണസംഗസ്യ, ഗുണങ്ങളുമായിട്ടുള്ള സമ്പർക്കം. ഗുണങ്ങളുമായിട്ടുള്ള സമ്പർക്കം. ഉദാഹരണത്തിന്, സ്ഥിരം നമ്മൾ കള്ളുകൂടിയന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, സ്ഥിരം അവരുമായിട്ട് ചർച്ച, അവരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നു, പല പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അവരുടെ കൂട്ടത്തിൽ കറങ്ങാൻ പോകുന്നു. എന്താവും? കാരണം ഗുണസംഗസ്യ, തമോ ഗുണത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം. അന്നേരം നമ്മുടെ ഉള്ളിലും തമോ ഗുണത്തെ രുചിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കും. കാരണം ഗുണസംഗസ്യ പുരുഷ പ്രകൃതിസ്ഥോഹി, പ്രകൃതിയിലിരിക്കുമ്പോൾ ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ, ഭുങ്ക്തേ ആസ്വദിക്കാൻ താല്പര്യം വരുന്നു, പ്രകൃതിയുടെ ഗുണങ്ങളെ ആസ്വദിക്കാൻ താല്പര്യം വരുന്നു. കാരണം ഗുണസംഗസ്യ, ഗുണത്തിൻ്റെ ആ സംഘം സ്വീകരിക്കുമ്പോൾ അത് കാരണം എന്താണ്? സത് അസത് യോനി ജന്മസു, ഉയർന്ന ഗുണങ്ങൾ അനുസരിച്ച് ജനിക്കും, അല്ലെങ്കിൽ പിന്നെ താഴ്ന്ന ഗുണങ്ങളിൽ ജനിക്കും. ഉപദ്രഷ്ട, ഭഗവാൻ പരമാത്മാവ് എന്താ ചെയ്യുന്നതെന്നറിയാം. ഉപദ്രഷ്ട അനുമന്ത ച, എല്ലാം നോക്കിക്കാണുന്നു. ആര്? പരമാത്മാവ്. അനുമന്ത ച, എല്ലാം അനുമതിദായകനായിട്ട് നിൽക്കുന്നു. ഭർത്ത ഭോക്ത മഹേശ്വര, എല്ലാത്തിൻ്റെയും പരിപാലനം ചെയ്യുന്നു. എല്ലാം ഭഗവാന് വേണ്ടിയാണ്. ഞാൻ എല്ലാത്തിൻ്റെയും നേതാവാണ്, എല്ലാം ആസ്വദിക്കുന്നതും ഞാൻ തന്നെയാണ്. മഹാ ഈശ്വര മഹേശ്വര പരമാത്മേതി ചാപിയുക്തോ ദേഹേ അസ്മിൻ പുരുഷം പര. ഇവിടെ ഭഗവാൻ പറയുന്നു, ഈ ഭൗതിക പ്രകൃതിക്കകത്ത് വീണു പോയ ഒരു ആത്മാവുണ്ട്, ഇതിനപ്പുറത്തായിട്ട് വേറൊരു ആളും കൂടെ അതിനകത്തുണ്ട്. ആരാണ്? പരമാത്മാവ് പര. അന്നേരം ഇവിടെ ആത്മാവ് കൂടാതെ വേറൊരു ആത്മാവും കൂടെ ഈ പ്രകൃതിക്കകത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ്? അദ്ദേഹം ആസ്വദിക്കാൻ ശ്രമിക്കാറില്ല, അദ്ദേഹം ത്രിഗുണങ്ങളിൽ പെട്ടുപോകാറില്ല. അദ്ദേഹം എങ്ങനെയാണ്? ഉപദ്രഷ്ട, എല്ലാത്തിനെയും നോക്കിക്കാണുന്നു. അനുമന്ത, നമ്മൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള അനുമതി നൽകുന്നു. എല്ലാത്തിൻ്റെയും സാക്ഷിയും എല്ലാത്തിൻ്റെയും നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. പരമാത്മേതി, അദ്ദേഹത്തെയാണ് പരമാത്മാവ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹമാണ് പരമപുരുഷൻ. ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആത്മാവും പരമാത്മാവും ഒന്നല്ലെന്ന്. ചില വിഡ്ഢികൾ പറയും, എന്താണ്? ചില വിഡ്ഢികൾ പറയും, ആത്മാവും പരമാത്മാവും നമ്മൾ തന്നെയാണ് ഈശ്വരൻ, എല്ലാവരും ഈശ്വരനാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ ഇവിടെ ഭഗവാൻ പറയുന്നു, ആരാണ് പ്രകൃതിയെ മനസ്സിലാക്കുന്നത്, ഈ ജീവാത്മാവ് ആരാണ് മനസ്സിലാക്കുന്നത്, ത്രിഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, അവരെപ്പോഴും എന്തായിരിക്കും? അവർക്ക് തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും. അവരൊരിക്കലും വീണ്ടും ഈ ലോകത്തിൽ തിരിച്ച് ജനിക്കത്തില്ല, അവരിപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും. അന്നേരം പരമാത്മാവിനെ കാണാനുള്ള വഴികളാണ് ധ്യാനേന ആത്മനി പശ്യന്തി. ചില വ്യക്തികൾ ധ്യാനത്തിലൂടെ പരമാത്മാവിനെ, കേചിത് ആത്മാനമാത്മന, ചില വ്യക്തികൾ അന്യ സാഖ്യേന യോഗേന, സാഖ്യയോഗത്തിലൂടെ, കർമ്മയോഗേന ചാപരെ, പല പല വഴികളിലൂടെ പരമാത്മാവിനെ കാണാൻ അവർ ശ്രമിക്കും. എന്നാലും ചിലവരുണ്ട് ആധ്യാത്മിക ജ്ഞാനത്തിലൊന്നും അധികം ഇല്ലാത്തവർ,
ഭഗവാനെക്കുറിച്ച് കേട്ടിട്ട് ഭഗവാനെ ആരാധിച്ച് തുടങ്ങും. ആധികാരികമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് കേട്ട് അവരും ഭഗവാനെ അറിഞ്ഞു തുടങ്ങും. അപ്പോൾ മനസ്സിലായോ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുന്നു? ആദ്യത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? പല വ്യക്തികൾ ധ്യാനത്തിലൂടെ ഭഗവാനെ അറിയാൻ കാണും. ധ്യാനേന ആത്മനി പശ്യന്തി കേചിത് ആത്മാനമാത്മന. അകത്തിരിക്കുന്ന പരമാത്മാവിനെ ചിലവർ അങ്ങനെ കാണും ധ്യാനത്തിലൂടെ. അന്യ സാഖ്യേന യോഗേന, സാഖ്യയോഗത്തിലൂടെ തിരിച്ചറിയും. ചിലവർ കർമ്മയോഗത്തിലൂടെ. സാഖ്യയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരമല്ല ആത്മാവിടെ ഇങ്ങനെ മനസ്സിലാക്കി ശാരീരിക അവസ്ഥകളിൽ നിന്നൊക്കെ മറികടന്ന് അങ്ങനെ ശ്രമിക്കും. പക്ഷെ അന്യത്വ ഏവം അജാനന്ത, ഇതറിയാത്ത ചിലവരുണ്ട്. ശ്രുത്വാനേഭ്യ ഉപാസതേ, എന്നെക്കുറിച്ച് കേട്ടത് കൊണ്ട് എന്നെ ആരാധിച്ചു തുടങ്ങും. തേ അഭി ചാതി തരന്തി ഏവ, അവരും എന്താണ്? മൃത്യുശ്രുതി, മൃത്യുവിനെ മറികടക്കും. ശ്രുതി പരായണ, അവർക്ക് ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടായതുകൊണ്ടും അവർ ജന്മമൃത്യുവിൻ്റെ അപ്പുറത്ത് പോകും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?